പണിതീരാത്ത വീട് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ മദിരാശിയിൽ നടക്കുമ്പോൾ അവിടെ ഒരു മുന്തിയ ഹോട്ടലിൽ താമസിച്ചിരിക്കുകയാണ് എല്ലാവരും, സാങ്കേതിക വിദഗ്ധർ മുഴുവൻ. ഒരു ദിവസം രാവിലെ ഈ റിസപ്ഷനിലിരുന്ന് സേതുമാധവൻ സാറ് ഹിന്ദു പത്രം വായിക്കുകയാണ്. ഹിന്ദു പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം വയലാർ രാമവർമ്മ അവിടേക്ക് പെട്ടെന്ന് മിന്നൽ പോലെ കടന്നു വന്നു. അപ്പം അടുപ്പമുള്ളവർ വയലാറിനെ കുട്ടാന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കുട്ട പാട്ടൊന്നും എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ എഴുതാം, ഇന്ന് എഴുതാം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ശുചിമുറി പോയി വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി അദ്ദേഹം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ വേഗത്തിൽ തിരിച്ചു വന്ന് സേതുമാധവൻ സാറിൻ്റെ കയ്യിലിരുന്ന ഹിന്ദു പത്രം പിടിച്ചു വാങ്ങി, റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പേന പിടിച്ചു വാങ്ങി ആ റിസപ്ഷനിൽ എഴുതിയ പാട്ടാണ് സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ. ഞാൻ അന്ന് കലാലയത്തിൽ പഠിക്കുകയാണ്. ഈ പണിതീരാത്ത വീടെന്ന സിനിമ വരുമ്പോൾ മലയാളം ഐച്ഛികമെടുത്ത് പഠിച്ചത് കൊണ്ട് എന്നെ പഠിപ്പിച്ച AR രാജരാജ്, അദ്ദേഹം 94-ാമത്തെ വയസ്സിൽ അടുത്ത കാലത്ത് അന്തരിച്ചു. മികച്ച അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം ആണ് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഗുഡ് മോർണിംഗ് അല്ലേ നമ്മൾ സാറ് അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ പറയുക, ഇന്ന് മുതൽ അത് നിർത്തിക്കോ. മലയാളത്തിൽ ഗുഡ് മോർണിംഗിനൊരു തർജിമയുണ്ടായിരിക്കുന്നു, ഒരു വാക്കുണ്ടായിരിക്കുന്നു. നിങ്ങൾ പണിതീരാത്ത വീട് സിനിമ ചെന്ന് കാണണം. അത് തുടങ്ങുന്നത് തന്നെ സുപ്രഭാതം എന്ന വാക്കോട് കൂടിയാണ്. ഗുഡ് മോർണിംഗ് എന്ന ഇനി മലയാളം ഐച്ഛികമായി എടുത്തു പഠിക്കുന്ന നിങ്ങളെങ്കിലും എന്നോട് പറയരുത്, സുപ്രഭാതം എന്ന് പറയണം എന്ന് പറഞ്ഞു. സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ. ഞാൻ സാറല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾ ക്ലാസ് കെട്ടിയത് പോയി ഈ സിനിമ കണ്ടു. ഞാൻ 16 തവണ ആ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ, പണിതീരാത്ത വീട്. എനിക്ക് ഇനി കണ്ടാലും ഞാൻ ഉണ്ടെങ്കിൽ അത് കാണാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അത്ര നല്ല സിനിമയാണ് പണിതീരാത്ത വീട്. സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ. നീലഗിരിയിലാണ് ഈ കഥ നടക്കുന്നത്. പ്രേംനസീറാണ് നായകൻ. നമ്മൾ കാണുന്നത് സ്വെറ്ററൊക്കെ ഇട്ട്, ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ സ്വെറ്ററൊക്കെ ഇട്ട് നീലഗിരിയുടെ സഖികളെ എന്ന് പാടുന്ന പാട്ടാണ് തുടക്കത്തിൽ കേൾക്കുക. ജയചന്ദ്രനാണ് പാടിയത്, P. ജയചന്ദ്രൻ പാടിയ പാട്ടാണത് കേൾക്കുക. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൈസ മുതലായി എന്ന് നമുക്കൊരു തോന്നൽ വരും. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവരെ എന്നാണ്. ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും. ആകാശത്തേക്ക് അതിവെളുപ്പാങ്കാലത്ത് ആകാശത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വെള്ളി മേഘങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് കാണാം. അത് കണ്ടിട്ട് വയലാർ പറയുന്നു, വെള്ളിച്ചാമരം വീശുകയാണെന്ന്. തൃശ്ശൂർ പൂരത്തിനൊക്കെ ചാമരം വീശുന്ന കണ്ടിട്ടില്ലേ? വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ സുപ്രഭാതം. ആ മേഘങ്ങൾക്കാണ് സുപ്രഭാതം പറയുന്നത് നായകൻ. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. അഞ്ജനം എന്ന് വെച്ചാൽ കറുത്താന്ന്, അഞ്ജനം പോലെ ഇരിക്കും, അറിയാലോ, കറുത്ത. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. ഈശ്വരനൊന്നും അദ്ദേഹം പറഞ്ഞില്ല, അഖിലാണ്ട മണ്ഡല ശില്പി. അഖിലാണ്ട മണ്ഡലം നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന, പന്തളം KP രാമൻപിള്ളയുടെ പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. അഖിലാണ്ട മണ്ഡല ശില്പി. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരിക്കലും പണി തീരാത്തൊരു വീടാണ്. രാഘവപ്പറമ്പിൽ വയലാറിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് നമസ്കരിക്കാൻ തോന്നിപ്പോകും ഈ പാട്ട് കേൾക്കുമ്പോൾ. ഇപ്പോഴും ഞാൻ പലതവണ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഈ പാട്ട് എൻ്റെ മനസ്സിൽ തികട്ടി വരും. ഇത് സംഗീതം നൽകിയത് MS വിശ്വനാഥൻ. അതിനൊരു കാരണമുണ്ട്. ദേവരാജനാണ് ഈ സേതുമാധവൻ്റെ സ്ഥിരം സംഗീത സംവിധായകൻ. ഇതിനിടയ്ക്ക് സേതുമാധവൻ സാറും ദേവരാജൻ മാഷും തമ്മിൽ ചെറുതായിട്ടൊരു സൗന്ദര്യപ്പിണക്കം. അപ്പോൾ ദേവരാജൻ മാഷിനി അമ്പിനും വില്ലിനും അടുക്കുന്ന ആളല്ല. അദ്ദേഹം പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും മറ്റൊരു പ്രഗത്ഭനായ MS വിശ്വനാഥനെ കൊണ്ടുവന്നു. അപ്പോഴും വേറൊരു കുഴപ്പം, MS വിശ്വനാഥനും യേശുദാസും തമ്മിലും സൗന്ദര്യപ്പിണക്കമാണ്. അപ്പോൾ യേശുദാസ് പാടില്ല. അപ്പം എന്ത് ചെയ്യും? സെക്കൻഡ് ചോയ്സ് ഉടനെ ജയചന്ദ്രനെ പാടാനേൽപ്പിച്ചു. അങ്ങനെയാണ് ജയചന്ദ്രന് ആ മനോഹരമായ പാട്ട് കിട്ടിയത്. ആ വർഷത്തെ ജയചന്ദ്രനുള്ള മികച്ച ഗായകനുള്ള അവാർഡ് ഈ പാട്ട് നേടിക്കൊടുത്തു. അതൊക്കെയാണ് തലയിലെഴുത്തെന്ന് പറയുന്നത്. ആ പാട്ട് പാടിയില്ലെങ്കിൽ ജയചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവാർഡാണത്. പക്ഷേ അന്നത്തെ അവാർഡ് കമ്മിറ്റി ഒരു വൃത്തികേട് കാണിച്ചു. അവാർഡ് കമ്മിറ്റി എന്നും വൃത്തികേടാണ് കാണിക്കുന്നത്.
അക്കാലത്ത് കാണിച്ചു. ഞാൻ പഠിക്കുന്ന കാലമായതുകൊണ്ട് എനിക്കത് വലിയ അമർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുതി ആരും വക വിളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയില്ല. എന്താണോന്നറിയാമോ? ആ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവാർഡ് കമ്മിറ്റി പറഞ്ഞു, യേശുദാസിനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജയചന്ദ്രന് ഇത്തവണത്തെ മികച്ച ഗായകനുള്ള പുരസ്കാരം നൽകും. അങ്ങനെ ഒരാളെ അംഗീകരിച്ചു കൊണ്ടുവേണം വേറൊരാൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ. ആ വർഷത്തെ ഞാനും 2 പ്രാവശ്യം അവാർഡ് കമ്മിറ്റി ഇരുന്നിട്ടുണ്ട്. ആ വർഷത്തെ ഏറ്റവും മികച്ച ഗാനമോ ചിത്രമോ കണ്ടെത്താനാണ് അവാർഡ് കമ്മിറ്റി ഏൽപ്പിക്കുന്നത്. അല്ലാതെ ഒരാളെ അംഗീകരിച്ചുകൊണ്ട് വേറൊരാൾക്ക് അവാർഡ് കൊടുക്കാനല്ല. അതൊരു യേശുദാസനും നാണക്കേടാണ്, ജയചന്ദ്രനും നാണക്കേടാണ്.